കണ്ണൂർ ചെറുതാഴത്ത് 2 കുട്ടികളുമായി അമ്മ കിണറ്റിൽ ചാടി. ചെറുതാഴം ശ്രീസ്ഥ സ്വദേശി ധനജയാണ് മക്കളുമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അരുൺ പൂപ്പറമ്പയുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്. അരുൺ, ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുൺ. ഉന്മേഷ്, ഇവരെ 3 പേരെയും ഇപ്പോൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 3 പേരുടെയും നില ഗുരുതരമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇന്ന് 11:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇവർ താമസിക്കുന്ന വീടിന് തൊട്ടു പിന്നിൽ ഇവർ താമസിച്ചിരുന്ന പഴയൊരു വീടുണ്ടായിരുന്നു. ആ വീടിനും പിന്നിലായിരുന്നു ഈ കിണർ ഉണ്ടായിരുന്നത്. ആ കിണറിലേക്കാണ് ഈ ധനജ അമ്മ 2 മക്കളുമായി എടുത്തു ചാടിയത്. ധ്യാൻ 5 വയസ്സ്, ദേവിക 6 വയസ്സ്. ഈ 2 കുട്ടികൾ ഇപ്പൊ നില ഗുരുതരമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കിണറിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇതിന്റെ ആത്മഹത്യ ശ്രമത്തിലുള്ള കാരണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഇല്ല. ഈ ആത്മഹത്യാ ശ്രമം നടക്കുന്ന സമയത്ത് ഇവർ താമസിക്കുന്ന വീട്ടിൽ, തൊട്ടു മുന്നിലെ താമസിക്കുന്ന വീട്ടിൽ ഈ ധനജയുടെ ഭർത്താവും അതോടൊപ്പം തന്നെ അമ്മയും ഉണ്ടായിരുന്നു. ഇവർ ഇത് ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ഇവരെ കാണാതായതിനെ തുടർന്നാണ് ഇവർ ഈ വീടിന്റെ പരിസരത്തും മറ്റുമായി നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പരിശോധന നടത്തിയത്. അതിനൊടുവിലാണ് ഈ കിണറ്റിൽ നിന്ന് ഇവരെ കണ്ടെത്താൻ സാധിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഉൾപ്പെടെ വിവരം അറിയിച്ചു. നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ആദ്യം കുട്ടികളെ 2 പേരെ ആദ്യം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീടാണ് ധനജയെ കൂടി പുറത്തേക്ക് എടുത്തത്. എന്തായാലും 3 പേരെയും പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നില ഗുരുതരമാണ് എന്ന വിവരമാണ് പങ്കുവെക്കാനുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.